പാടലീപുത്രയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ആര് വിളവ് കൊയ്തെടുക്കും? സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബീഹാറിന്റെ മണ്ണിൽ കോൺഗ്രസ് പ്രസ്ഥാനം വീണ്ടും ഒരു തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കുമോ? രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ വിധിയെഴുത്ത് ബീഹാർ ജനത നടത്തുമോ? അതോ സംഘപരിവാറിനും നരേന്ദ്രമോദിക്കും അനുകൂലമായി ബീഹാർ ജനത വീണ്ടും ചിന്തിക്കുമോ? നിതീഷ് കുമാറിന്റെയും ലാലു പ്രസാദ് യാദവിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡോ RJDയോ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുക? പാടലീപുത്ര തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ബീഹാറിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നേരത്തെ ബീഹാർ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നൽകുന്ന സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറ് ലാലു പ്രസാദ് യാദവിന്റെ വീട്ടിൽ നിന്നായിരുന്നു. എന്നാൽ ആ പതിവ് ഇത്തവണ തെറ്റിയിരിക്കുകയാണ്. കൃഷ്ണ അല്ലവരു എന്ന് പറയുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി, ബീഹാറിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി, ബീഹാറിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കൃഷ്ണൻ തേര് തെളിച്ചതുപോലെ തേര് തെളിച്ച് മുന്നോട്ട് നയിച്ചപ്പോൾ RJDയുടെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കെട്ടും മട്ടിലും രൂപത്തിലും ഭാവത്തിലും ഏറെ മാറ്റമുണ്ടായിരിക്കുന്നു. ബീഹാറിന്റെ മണ്ണ് രാഹുൽ ഗാന്ധി ഉഴുതു മറച്ചിരിക്കുകയാണ്. ആ മണ്ണിനകത്ത് കോൺഗ്രസ് വിത്ത് വിതച്ചിരിക്കുകയാണ്. വിളവെടുക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നതറിയണമെങ്കിൽ നവംബർ 14 വരെ കാത്തിരിക്കാം നമുക്ക്. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു ഭാഗത്ത് ജനതാദൾ യുണൈറ്റഡും BJPയും LJPയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ NDA മുന്നണിയായി മത്സരിക്കുന്നു. മറുഭാഗത്ത് തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ്, ഇടത് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യമായി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. സമാനമായ അവസ്ഥയിലാണ് നരേന്ദ്രമോദിയും. രാജ്യത്തെ വോട്ട് മോഷണവും വോട്ട് കൊള്ളയും ആരോപിച്ച് ബീഹാറിന്റെ ഗ്രാമനഗരങ്ങളിലൂടെ പ്രൗഢോജ്വലമായ യാത്ര നടത്തി ബീഹാറിലെ ജനങ്ങളുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നെറുകെട്ട നയങ്ങൾക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ ദംശനത്തിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ മതേതരത്വം തച്ചുതകർക്കുന്നതിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ രാഹുൽ ഗാന്ധി നടത്തി. കഴിഞ്ഞ പൊതുബജറ്റിൽ ബീഹാറിന് വാരിക്കോരി നൽകിയ നരേന്ദ്രമോദി സർക്കാർ ബീഹാറിലെ യുവതികൾക്ക്, ബീഹാറിലെ സ്ത്രീകൾക്ക് 10,000 രൂപ അക്കൗണ്ടിലേക്ക് നൽകിയ നിതീഷ് കുമാർ, ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഭരണത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച ബീഹാറിലെ ജനങ്ങൾക്ക് ഒരു ഭാഗത്ത് വാരിക്കോരി നൽകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അവരുടെ മുന്നിൽ വരച്ചു കാണിച്ച് അവരുടെ ചെവിയിലേക്ക് എത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ കാലഘട്ടത്തിൽ ബീഹാറിന്റെ ജനത ആർക്കൊപ്പമായിരിക്കും? നവംബർ 14 വരെ കാത്തിരിക്കാം. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം തേര് തെളിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി തനിച്ചല്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്റ്റാർ ക്യാമ്പയിനറുകളിൽ ഒരാളായ DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി, സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി, പവൻ ഖേര, സച്ചിൻ പൈലറ്റ്, ഭൂപേഷ് ബാഗൽ തുടങ്ങിയ കോൺഗ്രസിന്റെ ഒന്നാം നിര, രണ്ടാം നിര നേതാക്കന്മാരെല്ലാം ബീഹാറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പ്രാദേശിക നേതാക്കന്മാർ ബീഹാർ PCC അധ്യക്ഷൻ രാജേഷ് റാം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ തീപ്പൊരി നേതാവായിരുന്ന മുൻ ചെയർമാൻ കനയ്യകുമാർ, ബീഹാർ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ ഒരു കാലത്ത് നിയന്ത്രിച്ചു നിർത്തിയിരുന്ന പപ്പു യാദവ്, ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർത്ത് പിടിച്ച ബീഹാറിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന് ബീഹാർ തിരിച്ചു പിടിക്കണം. കോൺഗ്രസ് ബീഹാർ തിരിച്ചു പിടിച്ചാൽ, ഇന്ത്യ സഖ്യം ബീഹാറിൽ വിജയിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോവുകയാണ്. നിതീഷ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ തെലുങ്കുദേശം പാർട്ടിയുടെയും പിന്തുണയോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ അടിപതറിയാൽ അവർ പിന്തുണ പിൻവലിക്കാൻ വരെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും നവംബർ 14 വരെ കാത്തിരിക്കാം. നവംബർ 14 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണ ആരംഭിക്കുമ്പോൾ ബീഹാറിന്റെ ഗ്രാമങ്ങളിലും തെരുവുകളിലും ഒരിടവേളയ്ക്ക് ശേഷം താന്തൽ ആലേഖനം ചെയ്ത ഹരിത പതാകയും ചർക്കാങ്കിത ത്രിവർണ്ണ പതാകയും വാലുയർത്തുമോ, അതോ ജനതാദൾ യുണൈറ്റഡിനെയും BJPയെയും വീണ്ടും ബീഹാറിലെ ജനങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് നമുക്ക്
കണ്ടറിയാം.